ഗായ്സ്, അപ്പം ഗുഡ് മോർണിംഗ്. ഞങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ മഞ്ഞ് വീണു. ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ കൊളീഗ്സിനൊക്കെ ചോദിച്ചാണ് ഇവിടെ എപ്പോഴാണ് മഞ്ഞ് വീണു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഫെബ്രുവരി ആവാണ്ട് ഇവിടെ മഞ്ഞ് വീഴില്ല. കണ്ടോ? അയ്യോ, കാണിച്ചു തരാം. കണ്ടോ റോഡ് എല്ലാം മഞ്ഞ് വീണ് കിടക്കണുണ്ടോ? വീടിന് മണ്ടയ്ക്ക് മഞ്ഞ, ഇവിടേക്ക് മഞ്ഞ. ഇതാണ് മഞ്ഞ്. റീൽസിലൊക്കെ ഇങ്ങനെ നമുക്ക് നിൽക്കാം, പക്ഷെ തണുത്തിട്ട് മനുഷ്യൻ്റെ ഇടപാട് തീരും. അത് കറട്ടെ. അപ്പം മഞ്ഞ് കണ്ടാണ് ഇന്നത്തെ തുടക്കം. ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പം ഇൻസ്റ്റയിൽ അവിടെ ഇവിടെയൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മീൽ പ്രിപ്പ്. അപ്പം ഞാനും ട്രൈ ചെയ്ത് നോക്കി. എനിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം പ്രത്യേകിച്ച് ഈ ഡ്യൂട്ടി ടൈമിലൊക്കെ നമ്മൾ ഈ വന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നൊക്കെ പറയണത് ആലോചിക്കാൻ കൂടെ മേല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ മീൽ പ്രിപ്പ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. മീൽ പ്ലാൻ വരച്ചിടുന്നൊന്നും എനിക്കിഷ്ടമുള്ള പരിപാടിയല്ല. അപ്പം ഇന്നത്തെ കാര്യം, അതായത് ഞാൻ ഒരു മാസത്തിൽ 4 ആഴ്ച തന്നെ ഉള്ളത്. അപ്പം 4 ആഴ്ച എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഒരു റഫായിട്ടൊരു ഫിഗർ എൻ്റെ കയ്യിലുണ്ട്, ഒരു ഇമേജ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ഞാൻ പിന്നെ ആ ആഴ്ച എന്തെങ്കിലും വേറെ എക്സ്ട്രാ തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ എനിക്കെപ്പോഴും ചിക്കൻ തിന്നുക, മീൻ തിന്നുക, അങ്ങനത്തെ ഇതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് കടല, പരിപ്പ്, സോയ, പിന്നെ മറ്റേ പയറുതോരൻ്റെ ഒന്നും ആളല്ല ഞാൻ. ബട്ട് ഹെൽത്ത് മുഖ്യം പിക്കില്ലേ. അപ്പം ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. അപ്പം അതിൻ്റെ ഷോപ്പിംഗ്, അതനുസരിച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞു. സാറ്റർഡേ ഞാൻ ഷോപ്പിങ് കാര്യങ്ങളും, സൺഡേ ഞാൻ മീൽ പ്രിപ്പും ആണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണം. അപ്പം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അരി സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് എടുക്കണം. അതായത് ഇപ്പം എനിക്കൊരു മാസം 2 പാക്കറ്റ് അരി മതിയെങ്കിലും ഞാൻ ഒരു 4 പാക്കറ്റ് എടുക്കും. കാരണം പിറ്റത്തെ മാസം പിന്നെയും പോകണ്ടല്ലോ. അതുപോലെ തന്നെ കടലയും പരിപ്പും ഒക്കെ ഓരോ പാക്കറ്റ് അരി നമുക്കൊരു മാസത്തിന് വേണ്ടേ. ഞാൻ പക്ഷേ ഇതൊരു 2-3 പാക്കറ്റൊക്കെ എടുത്ത് വെക്കും. കാരണം സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ചുമക്കണ്ടല്ലോ. ആ ഒറ്റ ചുമക്കലിൽ തീർന്നല്ലോ പരിപാടി. അതാണ്. വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഞാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ചുമ്മാ ഇരിക്കുക, ഒരു വ്ലോഗ് എടുത്തേക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി മീൽ പ്രിപ്പാണല്ലോ. അപ്പം അത് കാണിച്ചു തരാം. അപ്പോൾ മീൽ പ്രിപ്പ് കാണാം. ഞാനിവിടെ ഓൾറെഡി ഇതെല്ലാം എടുത്തു വെച്ചു. ഇത് ബസ്മതി റൈസ് കുതിർക്കാൻ വെച്ചേക്കണെയാണ്. സോയ ഓൾറെഡി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല പുരട്ടി ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഈ ഒരു പയറാണ് ഞാൻ മേടിക്കണേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പയറിൻ്റെ ആളല്ല. ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാൽ, പക്ഷെ കുഴപ്പമില്ല, പയർ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈഡ് റൈസിനും ഇത് നമ്മുടെ ഉച്ചക്കത്തിനുള്ള സാധാ ചോറിനും ഉള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി കഴുകി ഇട്ടേക്കാം. അപ്പോൾ അതാവുന്ന ടൈം കൊണ്ട് നമുക്ക് അരിയിലും പെറുപ്പിലൊക്കെ തീർക്കാം. അപ്പോൾ ടൈം വയ്ക്കാം. എൻ്റെ ബുദ്ധിയല്ല എനിക്ക്. അപ്പോൾ അരി കഴുകി ഇട്ടിട്ട് സവാള അരിയാനുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഫ്രൈഡ് റൈസിനുള്ള ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ മറന്നിരുന്നു. ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ഓവൻ വെച്ച് കറക്റ്റ്. ഓക്കെ. അപ്പം നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? തണുപ്പൊക്കെ എങ്ങനെയുണ്ട് ഇതൊക്കെ പറയാം. പിന്നെ ഈ വീഡിയോ ആരെവിടുന്ന് കാണുകയാണെങ്കിലും ഇതൊക്കെ പറയാം. ഇവിടെ എന്തായാലും മഞ്ഞ് വീഴ്ച തുടങ്ങി. രക്തം കണ്ടു ഗൈസ്, രക്തം കണ്ടു. ഇതെങ്ങനെയാവോ എന്തോ. അല്ലെങ്കിൽ ഈ സവോള എരിയുമ്പോൾ എനിക്കുള്ളതാ. എവിടെയെങ്കിലുമൊക്കെ മുറിക്കണം. ഇത് നമുക്ക് അരിയണ്ട, ഇത് നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കിയാണ്. നമുക്ക് അതിനകത്തിട്ടൊന്ന് കറക്കിയെടുക്കാം. ചോര ബുദ്ധിമുട്ടാവോ? വേസ്റ്റൊക്കെ നമുക്ക് അപ്പം കളയാം. അതായിരിക്കും നമുക്ക് നല്ലത്. അല്ലെ ലാസ്റ്റ് വട്ടു. ബസ്മതി റൈസ് വെള്ളത്തിലിട്ടിട്ട് 1/2 മണിക്കൂറായപ്പോൾ നമുക്കിനി അതും കൂടെ ഒന്ന് അടുപ്പിക്കേക്കാം. ചെറുത്
കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ബസ്മതി റൈസ് ഒക്കെ വെക്കുമ്പോൾ. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ, കാരണം ഇതെന്തായാലും വെള്ളം ഊറ്റുമ്പോൾ കുറേയൊക്കെ പോകും. ഞാൻ എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാനുള്ള. സോ മസാലയിലോട്ടിനി സ്വയം കൂടി ഇട്ട് തിരുമ്മി അതൊന്ന് വറുത്തെടുത്ത് അങ്ങനെയാണ് ഞാൻ കറി വെക്കണേ. ചിക്കൻ കറി വെക്കണ പോലെയൊക്കെ തന്നെയാണ് ഞാൻ സ്വയം കറി വെക്കണേ. ആഗ്രഹം സാധിക്കാൻ വേണ്ടി 2 തവണ അതൊക്കെ മതി. കഴിഞ്ഞ ദിവസം വന്ന് വാളില് നമ്മൾ പാനൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ പാനലിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാല് പിള്ളേരാണെങ്കിലും എല്ലാം ഇവിടെ വന്നാണ് തൊടുമ്പോ അഴുക്കാവാണ്ടിരിക്കാൻ ഈസി ടു. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുള്ള് പരിപാടി കഴിഞ്ഞു. മീൽ പ്രിപ്പ് ഫുള്ള് കഴിഞ്ഞു. അടുക്കള ഞാൻ ക്ലീൻ ചെയ്ത് വിട്ടു. എല്ലാ സാധനങ്ങളും തിരിച്ച് ബോക്സുകളിലൊക്കെ ആക്കി ചൂടാറാൻ വെച്ചേക്കും. അത് കിച്ചൺ ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞു. ഇനി തറയൊന്ന് ജസ്റ്റ് അടിച്ചു വരണം. പിന്നെ എല്ലാ സാധനങ്ങളും പാത്രത്തിലാക്കി ചൂടാറാൻ വെച്ചേക്കുക. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആക്കിയേക്കണത്. 2 പാത്രത്തിൽ ഫ്രൈഡ് റൈസ് ഉണ്ട്, ഒരു തോരനുണ്ട്, സോയ ഉണ്ട്, അച്ചാറുണ്ട്, നോർമൽ റൈസ് ഉണ്ട്. പിന്നെ ചിക്കൻ എന്തെങ്കിലും കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അന്നേരം ജസ്റ്റ് കടയിൽ പോയി ആ ഒരു സാധനം മാത്രം ചെയ്താൽ മതില്ല. അപ്പോൾ അത് വലിയ ഇതായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇത്രയും ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സമയം ഏകദേശം 11:45. ഞാൻ ഒരു 8:30-9 മണി ആവാറായപ്പോഴാണ് പരിപാടി തുടങ്ങിയത്. നമ്മൾ ഡെയിലി ഓരോ മണിക്കൂർ ഈ ഫുഡിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഓരോ ദിവസം ഇങ്ങനെ ഒരു 2-3 മണിക്കൂർ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ചൂടാക്കി കഴിക്കാം അത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടമായി, ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വേറെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.